എല്ലാവർക്കും നമ്മുടെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലെ 5th യൂണിറ്റ് ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന പാഠം ചർച്ച ചെയ്യുന്ന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 4 ചാപ്റ്റേഴ്സ് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. 5ാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൽ ഭൂരിഭാഗം ഭാഗങ്ങളും നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഏകദേശം 90% ഭാഗങ്ങളും മുൻപ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട് ഇതിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള വിഭവങ്ങളെക്കുറിച്ച്, റിസോഴ്സസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറസ്റ്റ് റിസോഴ്സസ് ആണ്. ഫോറസ്റ്റ് റിസോഴ്സസ് എന്താണ്? ഫോറസ്റ്റ് റിസോഴ്സസ് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഫോറസ്റ്റ് റിസോഴ്സസ്, ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കാട്. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസോഴ്സാണെന്ത്? ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ. കാടുകളിൽ നിന്ന് മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ. കാട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമുക്ക് നമ്മുടെ പ്രകൃതിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് വനങ്ങൾ, കാടുകൾ എന്ന് പറഞ്ഞാൽ, ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ. വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് മിനറൽസ്, റിസോഴ്സസ്, മരങ്ങൾ, സ്പീഷീസ് എല്ലാം നമുക്ക് വനങ്ങളിൽ കാണാൻ സാധിക്കും. വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ, സസ്യജാലങ്ങൾ, ഇഴജന്തുക്കൾ, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും, നമ്മുടെ വനങ്ങളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല പലതരത്തിലുള്ള മിനറൽസ്, റിസോഴ്സസ്, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും, നമ്മുടെ വനങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മൾ വനങ്ങളിൽ ഏറ്റവും കൂടുതൽ, വനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് ധാരാളം മരങ്ങളുള്ള ഒരു പ്രദേശമാണ് അല്ലേ വനം എന്ന് പറഞ്ഞാൽ. കാടുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് പഴയ കാലത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നത് എവിടെയായിരുന്നു? മനുഷ്യന് പഴയ കാലത്ത് കാടുകളിലും വനങ്ങളിലും അതുപോലെ തന്നെ ഗുഹകളിലൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം മനുഷ്യനുണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. മനുഷ്യൻ ഏകദേശം ഭൂമിയിൽ വന്നത് ഏകദേശം 10,000 BC കാലഘട്ടത്തിലാണ്. 10,000 BC അതിന് മുൻപാണ്. ഓക്കെ, ഇതിന് പാലിയോളത്തിക് ഏജ് എന്നാണ് പറയാം. പാലിയോളത്തിക് ഏജ്, പിന്നെ നിയോളത്തിക് ഏജ്, കാൽക്കോളത്തിക് ഏജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഏജുകൾ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം മനുഷ്യൻ ജീവിച്ചിരുന്നത് ഈ 10th BC കാലഘട്ടത്തിലാണ്. 10th BC എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പുള്ള കാലഘട്ടം, 10th BC വരെയുള്ള കാലഘട്ടം. ഓക്കെ, അന്ന് മനുഷ്യന് ഇന്ന് കാണുന്ന സാങ്കേതിക വിദ്യകളൊന്നും മനുഷ്യൻ്റെ കയ്യിലില്ലായിരുന്നു. മനുഷ്യൻ എവിടെ ജീവിച്ചിരുന്നത്? വനങ്ങളിലും വനപ്രദേശങ്ങളിലൊക്കെയാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്. മനുഷ്യന് പ്രകൃതിയോടിണങ്ങിയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ, അതായത് ആദിമ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നത്. മനുഷ്യന് കാടുകളെ സ്നേഹിച്ചു. അതുപോലെ തന്നെ മനുഷ്യൻ താമസിച്ചത് നദീതീരങ്ങളിൽ ഒക്കെ ആയിരുന്നു. നമുക്കറിയാം സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചൊക്കെ. സിന്ധു നദീതട സംസ്കാരം എവിടെയായിരുന്നു? നദീതീരങ്ങളിലാണ് ഉണ്ടായിരുന്നല്ലേ. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജൊക്കെ എന്താണ്? നമ്മുടെ സിന്ധു നദിയുടെ കൈവഴികളാണ്. അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ഇങ്ങനെയുള്ള ഒരുപാട് സിവിലൈസേഷൻസ്, സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എവിടെയാണ് ഉണ്ടായത്? ഇതൊക്കെ നദീതീരങ്ങളിലാണ് ഉണ്ടായത്. അതുപോലെ തന്നെ മനുഷ്യനാണെങ്കിലും മനുഷ്യന് പഴയ കാലത്ത് അലഞ്ഞു തിരിഞ്ഞ് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ്ങിലൂടെയൊക്കെ ജീവിച്ചിരുന്നൊരു കാലഘട്ടം മനുഷ്യനുണ്ടായിരുന്നു. ആ സമയത്ത് മനുഷ്യൻ വനങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നത്, ഗുഹകളിലായിരുന്നു ജീവിച്ചിരുന്നത്. ഇതിന് ശേഷം പിന്നീട് എന്ത് ചെയ്തു? മനുഷ്യന് ഘട്ടം ഘട്ടമായിട്ട് കൃഷി ആരംഭിച്ചതിന് ശേഷം എന്ത് ചെയ്തു? കാടുകൾ വെട്ടി നശിപ്പിച്ച് വലിയ വലിയ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം മനുഷ്യനെന്ത് കൂടുതൽ സിവിലൈസ് ചെയ്യപ്പെട്ടു. പിന്നെ എന്താണ്, വീണ്ടും സിവിലൈസ് ചെയ്ത് വലിയ വലിയ നാഗരികതകൾ വന്നു. അങ്ങനെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്തു? മനുഷ്യൻ മാറി. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രകൃതിക്കനുസരിച്ച് ജീവിച്ചിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യൻ പ്രകൃതിയെ മനുഷ്യൻ്റെ താല്പര്യം അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റിമറിക്കുന്നുണ്ട്. അപ്പോൾ 2 കാലഘട്ടം നമുക്ക് നമ്മളെ മുന്നിൽ ഉണ്ട്. ഒന്ന് പഴയ കാലഘട്ടം, അന്ന് മനുഷ്യൻ ജീവിച്ചിരുന്നത്
പ്രകൃതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. പ്രകൃതി എങ്ങനെയാണോ അതിനനുസരിച്ച് മനുഷ്യന് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ചൂട് വരുന്ന സമയത്ത് തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് പോവാം, വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് വെള്ളപ്പൊക്കം ഇല്ലാത്ത പ്രദേശങ്ങളിലേക്ക് പോവാം. അങ്ങനെ പ്രകൃതി എങ്ങനെയാണോ അതുപോലെ നദീതീരങ്ങളിൽ താമസിക്കുക, നദീതീരങ്ങളിൽ കൃഷി ചെയ്യുക. ഇങ്ങനെ പ്രകൃതിയോട് യോജിച്ചുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഒരു കാലത്ത് നടന്നിരുന്നതെങ്കിൽ ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡാമുകൾ നിർമ്മിക്കുന്നുണ്ട്, വലിയ വലിയ കനാലുകൾ നിർമ്മിക്കുന്നുണ്ട്, വൈദ്യുതി നിർമ്മിക്കുന്നുണ്ട്. എല്ലാം മനുഷ്യന് വേണ്ടി ചൂഷണം ചെയ്യുന്നൊരു കാലഘട്ടമായി മാറി. അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ വനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രകൃതി വിഭവങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഫോറസ്റ്റ് റിസോഴ്സസിനെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. വനങ്ങളിൽ മരങ്ങൾ മാത്രമല്ല ഉണ്ടാവുക, ജീവജാലങ്ങൾ, സസ്യജാലങ്ങൾ, ഇഴജന്തുക്കൾ, പർവ്വതങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഒരു വനം എന്ന് പറഞ്ഞാൽ അവിടെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണെന്ത്? അവിടുത്തെ സസ്യജാലങ്ങൾ, മരങ്ങളൊക്കെ. മരങ്ങൾ പ്രകൃതിയെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. പ്രകൃതിയെ എന്തെല്ലാം കാര്യങ്ങളാണ് വനങ്ങൾ കാരണം പ്രകൃതിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത്? വനങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്? ഒരു എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വനങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വനങ്ങൾ നിലനിൽക്കുന്നതിലൂടെ പ്രകൃതിക്ക് എന്തുണ്ട്? ക്ലൈമറ്റിന്, ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകുന്നുണ്ട്. ഇന്ന് തണുപ്പ് കൂടാതെ, ചൂട് കൂടാതെ, അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ നശിക്കാതെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വനങ്ങളുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് എക്കണോമിക് ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ വനങ്ങളിൽ നിന്ന് കിട്ടുന്ന മിനറൽസ്, അതുപോലെ പലതരത്തിലുള്ള ചെടികൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, മുളകൾ, മരങ്ങൾ, ഇതൊക്കെ വ്യവസായങ്ങൾക്കും കൃഷിക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വനങ്ങളെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. പല ആളുകളും വനങ്ങളെ ആരാധിക്കുന്ന, മരങ്ങളെ ആരാധിക്കുന്ന ആളുകളുണ്ട്, പ്രകൃതിയെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രകൃതിയെ ആശ്രയിക്കുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ധാരാളം വനങ്ങളിലുണ്ട്. അതുപോലെ പലതരത്തിലുള്ള ടൈഗർ റിസർവ് ഫോറസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട്, വനങ്ങളിലുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്, പ്രകൃതിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ ഈ ഫോറസ്റ്റ് കൊണ്ട് നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റാണുള്ളത്? ഓക്കെ, നമുക്ക് ഒരു വലിയ മരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറസ്റ്റിൽ ധാരാളം ഉണ്ടാവും. വനങ്ങളും മറ്റ് സാധനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് നമുക്ക് മനുഷ്യനും പ്രകൃതിക്കും ലഭിക്കുന്നത്? ഒന്നാമത് നമുക്ക് നോക്കാം, ടിമ്പർ ആൻഡ് ഫൈബർ. പലതരത്തിലുള്ള മരങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫർണിച്ചർ നിർമ്മിക്കാറുണ്ട്, പാലങ്ങൾ നിർമ്മിക്കാറുണ്ട്, ബോട്ടുകൾ നിർമ്മിക്കാറുണ്ട്, പേപ്പറുകൾ നിർമ്മിക്കാറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കൾ ഈ വനവിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വനങ്ങളിൽ നിന്ന് ധാരാളം ഫുഡ് ആൻഡ് സബ്സ്റ്റൻസ് കിട്ടാറുണ്ട്. പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ, പലതരത്തിലുള്ള വേരുകൾ, കായ്ക്കനികൾ, ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും, വനങ്ങളിൽ നിന്ന് ലഭിക്കും. അതുപോലെ വനങ്ങളിൽ നമുക്ക് ഫ്യൂവൽ ആൻഡ് ഫോഡർ കിട്ടും. നമുക്ക് പലതരത്തിലുള്ള മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിറകുണ്ടാക്കും. അതുപോലെ പലതരത്തിലുള്ള മിനറൽസ്, കെമിക്കൽസ്, പല സാധനങ്ങൾ എവിടെ നമുക്ക് കിട്ടും? നമ്മൾക്ക് വനങ്ങളിൽ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് മെഡിക്കൽ പ്രൊഡക്ട്സ്, പല തലത്തിലുള്ള രോഗങ്ങൾക്കും പറ്റിയ മരുന്നുകൾ, പലതരത്തിലുള്ള ആയുർവേദ മരുന്നുകളും പച്ചിലകളും ഒക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. വനങ്ങൾ കിട്ടുന്നുണ്ട്, പശകൾ കിട്ടുന്നുണ്ട്, സ്പൈസസ് കിട്ടുന്നുണ്ട്, വാക്സ് കിട്ടുന്നുണ്ട്, ഹണി കിട്ടുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മരുന്നുകളും എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? നമുക്ക് വനങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വനങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് മനുഷ്യന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. മനുഷ്യന് മാത്രമല്ല, പ്രകൃതിക്കും മറ്റ് ജീവജാലങ്ങൾക്കും ധാരാളം ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് വനങ്ങളിലൂടെ
വനം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് പ്രകൃതിക്ക് വേണ്ടിയിട്ട്. വനം നമുക്കറിയാം, വനത്തിന് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. വനം നിലനിൽക്കുന്നതുകൊണ്ട് പ്രകൃതി നിലനിൽക്കുന്നു, നദികൾ നിലനിൽക്കുന്നു, പർവ്വതങ്ങൾ നിലനിൽക്കുന്നു, നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ ടെമ്പറേച്ചർ നിലനിൽക്കുന്നു. എന്തെല്ലാം ബെനിഫിറ്റാണ് പ്രകൃതി കൊണ്ട്, വനങ്ങൾ കൊണ്ട് ഈ ഭൂമിക്കുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത് ക്ലൈമറ്റ് മോഡറേഷൻ. നമ്മുടെ ഈ പ്രകൃതിയിൽ, എക്കോസിസ്റ്റത്തിൽ, നമ്മുടെ ഭൂമിയിൽ ക്ലൈമറ്റിനെ നിയന്ത്രിച്ച് നിർത്തുന്നത് വനങ്ങളാണ്. അന്തരീക്ഷത്തിൽ ധാരാളം എന്തുണ്ടാവും, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അതിനെ സ്വീകരിക്കുകയും ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നു. അതുപോലെ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു, മണ്ണൊലിപ്പ് തടയുന്നു. അങ്ങനെ അതുപോലെ തന്നെ വെള്ളം ഭൂമിയിലേക്ക്, ഭൂഗർഭജലത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ ക്ലൈമറ്റിനെ, പ്രകൃതിയുടെ, നമ്മുടെ വെതറിനെ, ക്ലൈമറ്റിനെ നിയന്ത്രിച്ച് നിർത്താൻ വനങ്ങൾ സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ സെക്യൂരിറ്റി. ഈ ധാരാളം മരങ്ങൾ ഉണ്ടാവുന്നതിലൂടെ ജലങ്ങളൊക്കെ, വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിക്കടിയിലേക്ക് പോകുന്നു. അത് ഭൂമിയിൽ വെള്ളത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണൊലിപ്പ് തടയുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ജലാശയങ്ങളും തണ്ണീർത്തടങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വനങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ്. വനങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തടയാൻ വനങ്ങൾ സഹായിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളപ്പൊക്കം, ഡ്രോട്ട്, സൈക്ലോണ്, കൊടുങ്കാറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെയും തടയാൻ എന്തിനു സഹായിക്കും? വനങ്ങൾക്ക് സഹായിക്കും. ഭൂമിയിൽ ധാരാളം മരങ്ങളുണ്ടാകുമ്പോൾ അതിനുള്ള വേരുകൾ മണ്ണ് പിടിച്ചു നിർത്തുകയും മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല മറ്റൊന്ന്, എയർ ആൻഡ് സോയിൽ പ്യൂരിറ്റി. മരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിനെയും വായുവിനെയും സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. അന്തരീക്ഷത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ഗ്യാസുകൾ, അതുപോലെ പലതരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡൊക്കെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറന്തള്ളുകയും പ്രകൃതിയിൽ എന്തുണ്ട്, എയർ ക്വാളിറ്റി, സോയിൽ ക്വാളിറ്റി, മണ്ണ് വായു സംരക്ഷിക്കാൻ, ശുദ്ധീകരിക്കാൻ മരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ, ഏകദേശം കഴിഞ്ഞ 2010 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ, എർത്തിലെ മൊത്തം ഭൂമിയിൽ വെറും 7% റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 70% മാത്രമാണ്. 100%-ൽ വെറും 70% മാത്രമാണ് വനങ്ങളുള്ളത്. അതിൽ ഈ 7% വനത്തിൽ 50% സ്പീഷീസും ഉണ്ട്. നമ്മുടെ ഭൂമിയിലെ സ്പീഷീസിലെ ജീവജാലങ്ങളിൽ 50% ജീവിക്കുന്നത് എവിടെയാണ്? ഈ 7% വരുന്ന ഭൂമിയിലെ വനപ്രദേശങ്ങളിലാണ്. അതുപോലെ തന്നെ ഈ 7% വരുന്ന പ്രദേശത്ത് തന്നെയാണ് ഏകദേശം 62% ഓഫ് സസ്യജാലങ്ങളും ഉള്ളത്. അപ്പോൾ നമുക്കറിയാം, ഈ വനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രഷറാണ്. അവിടെ ധാരാളം സസ്യജാലങ്ങളുണ്ട്, ധാരാളം ജീവജാലങ്ങളുണ്ട്. പകുതിയിലധികം ജീവജാലങ്ങളും സസ്യജാലങ്ങളും നിലനിൽക്കുന്നത് എവിടെയാണ്? ഈ വനപ്രദേശങ്ങളിലാണ്. അപ്പോൾ നമുക്ക് ഈ വനപ്രദേശങ്ങൾ സംരക്ഷിച്ച് പോന്നേ മതിയാവുള്ളൂ. അപ്പോൾ നമുക്ക് വനപ്രദേശങ്ങൾ എങ്ങനെ നശിച്ചു പോകുന്നു? ധാരാളം വനങ്ങളുണ്ടായിരുന്നു അല്ലേ? ഓരോ വർഷം കഴിയും തോറും വനങ്ങളുടെ എണ്ണം, വനങ്ങളുടെ അളവ് കുറഞ്ഞു വരികയാണ്. എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് വനങ്ങൾ നശിപ്പിക്കപ്പെടുന്നത്? ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ഈ ചിത്രത്തിൽ 2 ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയൂലേ? ഒരു ഭാഗം വനപ്രദേശമാണ്. ഈ ഭാഗമോ, ഇത് മരങ്ങൾ വെട്ടി നശിപ്പിച്ച ഒരു മൊട്ടയായ പ്രദേശമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത്? പല ഉദ്ദേശങ്ങളുണ്ട്. മരങ്ങൾ കിട്ടാൻ വേണ്ടി വെട്ടി നശിപ്പിക്കുന്നുണ്ട്, കൃഷിക്ക് വേണ്ടി വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മൈനിങ്ങിന് വേണ്ടിയിട്ട് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട്, ബിൽഡിങ്ങുകൾ, അതുപോലെ വലിയ വലിയ ഫാക്ടറികൾ, വലിയ വലിയ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷത്തിൽ 7 മില്യൺ ഹെക്ടറോളം മരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വർഷത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യന് വെട്ടി നശിപ്പിക്കുന്നുണ്ട്.
നമുക്കറിയാം ഈ ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിലൂടെ ധാരാളം സസ്യജാലങ്ങളും ജീവജാലങ്ങളും നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പ്രകൃതി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ ക്രൈസിസ് ആണെന്ത്? ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഏകദേശം ഏകദേശം 2050 ആവുമ്പോഴേക്കും നമ്മുടെ ഈ കാടുകളെല്ലാം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇന്ന് നമ്മൾ വെട്ടി നശിപ്പിക്കുന്നത് പോലെ നമ്മുടെ പ്രകൃതിയെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ, മരങ്ങൾ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാടുകളും വനങ്ങളൊക്കെ എന്ത് ചെയ്യും? നശിച്ചു പോകും. അതിലൂടെ സസ്യജാലങ്ങളും ജീവജാലങ്ങളും ഒക്കെ എന്ത് ചെയ്യും? ഇല്ലാതാവും. അപ്പോൾ ഇതിന് തടയിടേണ്ടത് എന്ത് ചെയ്യാണ്? മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനൊക്കെ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പാഠങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ ഡീഫോറസ്റ്റേഷൻ ഉണ്ടാവുന്നത്? ഈ വനങ്ങൾ ഇങ്ങനെ നശിച്ചു പോകുന്നു? പ്രധാനമായും വനനശീകരണത്തിന് 4 കാരണങ്ങളാണുള്ളത്. ഏതെല്ലാമാണ് ഈ വനനശീകരണത്തിൻ്റെ 4 കാരണങ്ങൾ? നമുക്ക് നോക്കാം അല്ലേ? ഫസ്റ്റ് പ്രധാനപ്പെട്ട ഒരു കാരണമാണെന്ത്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനസംഖ്യാ വർധനവ്. ജനസംഖ്യ വർദ്ധിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് എന്നാണല്ലോ നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അൺലിമിറ്റഡ് ആണ്. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് അടിസ്ഥാന ആവശ്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണ്ടി വരും. റോഡുകൾ നിർമ്മിക്കണം, റെയിൽവേ നിർമ്മിക്കണം. ഇതിനൊക്കെ എന്ത് വേണം? ശരിക്ക് കാടുകളും വനങ്ങളും വെട്ടി നശിപ്പിച്ചിട്ട് ഇവിടെ വലിയ വലിയ കെട്ടിടങ്ങളും സൗധങ്ങളും പണിയേണ്ടി വരും. അങ്ങനെ ജനസംഖ്യാ വർധനവ് എന്തിന് കാരണമാവുന്നുണ്ട്? വനനശീകരണത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, വനനശീകരണത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഫോറസ്റ്റ് ഫയറാണ്. കാട്ടുതീ, ഫോറസ്റ്റ് ഫയർ. പല തരത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. കാട്ടുതീ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇടിമിന്നലേറ്റുകൊണ്ടും മരങ്ങളും കാടുകളും കാറ്റടിക്കുന്ന സമയത്ത് മരങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് കത്തുന്നത് കാരണമൊക്കെ എന്തുണ്ട്? ഫോറസ്റ്റ് ഫയർ ഉണ്ടാവുന്നു. അത് മാത്രമല്ല, ബോധപൂർവം അല്ലെങ്കിൽ അശ്രദ്ധമായ ആളുകൾ സിഗരറ്റ് വലിച്ചെറിയുന്നതൊക്കെ എന്തിന് കാരണമാവുന്നുണ്ട്? ഈ ഫോറസ്റ്റ് ഫയറിന് കാരണമാവുന്നുണ്ട്. ഇങ്ങനെ ഈ ഫോറസ്റ്റ് ഫയർ കാരണം മരങ്ങൾ, അതുപോലെ വനത്തിലെ ജീവജാലങ്ങൾ, വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ, സസ്യജാലങ്ങൾ, ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നശിച്ചു പോകുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വനനശീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഓവർ ഗ്രാസിങ്. ഓവർ ഗ്രാസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ ഗ്രാസിങ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് പുല്ലുകൾ എന്ത് ചെയ്യുക? ചെടികളും പുല്ലുകളും ഉപയോഗിക്കാം. നമുക്കറിയാം, ഇപ്പം നമ്മൾ പലതരത്തിലുള്ള മൃഗങ്ങളെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് പല ആളുകളും പലതരത്തിലുള്ള മൃഗങ്ങളെ വളർത്താറുണ്ട്. പോത്ത്, കാള, ആട്, ഇങ്ങനെ പലതരത്തിലുള്ള ജീവജാലങ്ങളെയും വളർത്താറുണ്ട്. കന്നുകാലികളെ വളർത്താറുണ്ട്. ഈ കന്നുകാലികളുടെ അമിതമായി കന്നുകാലികളെ വളർത്തുന്നതിലൂടെ അമിതമായി പുല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവ തിന്ന് നശിപ്പിക്കുകയും അതിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പ്രദേശങ്ങൾ മുട്ടയായി മാറാനും സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്, വനനശീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണെന്ത്? പെസ്റ്റ് അറ്റാക്ക്. പലതരത്തിലുള്ള കീടങ്ങളും അണുക്കളും എന്തിന് കാരണമാവുന്നുണ്ട്? ഈ ചെടികളും വനങ്ങളും നശിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാവുന്നുണ്ട്. പലതരത്തിലുള്ള ചെടികൾക്ക് ബാധിച്ചിട്ടുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ, ഇതൊക്കെ എന്തിന് കാരണമാവുന്നുണ്ട്? ഈ വനനശീകരണത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഓക്കെ, ഒരു വനം നശിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എന്താണ് പ്രശ്നം? വനം നശിച്ചു കഴിഞ്ഞാൽ പ്രകൃതിക്ക് എന്താണ് പ്രശ്നം? നമ്മളെന്തിനാണ് ഈ വനനശീകരണത്തെക്കുറിച്ച് പഠിക്കുന്നത്? എന്തിനു വേണ്ടി? വനങ്ങൾ നശിച്ചോട്ടെ, നമുക്ക് വീടുണ്ട്, നമുക്ക് നല്ല ജോലി ഉണ്ടല്ലോ, നമുക്ക് ജീവിക്കാമല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. വനം നശിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ നമ്മളെ തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ വീട്, നമ്മുടെ ചുറ്റുപാട് മാത്രം ഉണ്ടായാൽ പോരാ, നമ്മളെ സൊസൈറ്റി മാത്രം ഉണ്ടായാൽ പോരാ. നമ്മുടെ
ഈ ഈ ഭൂമിയിൽ മനുഷ്യൻ മാത്രം ജീവിച്ചാൽ പോരാ, ജീവജാലങ്ങളും സസ്യജാലങ്ങളും ഒക്കെ ഒരുമിച്ച് ജീവിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മനുഷ്യനും ഇവിടെ നിലനിൽപ്പുണ്ടാവുള്ളൂ. വനനശീകരണത്തിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം അല്ലേ. വനനശീകരണത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനപ്പെട്ട സസ്യജാലങ്ങളുടെയും ജീവജാലങ്ങളുടെയും വാസസ്ഥലമാണ് എന്ത് ചെയ്യുന്നത്, നശിച്ചു പോകുന്നത്. നമുക്കറിയാം നിരവധി വന്യമൃഗങ്ങൾ, പലതരത്തിലുള്ള പക്ഷിമൃഗാദികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നൊരു പ്രദേശമാണ് വനം. ഈ വനപ്രദേശങ്ങൾ, ഈ ജീവജാലങ്ങൾ, ഈ വനപ്രദേശങ്ങൾ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ജീവജാലങ്ങൾ എവിടെ പോകും? നമുക്കറിയാമല്ലേ, ആന നാട്ടിലേക്ക് ഇറങ്ങി, പുലി നാട്ടിലേക്ക് ഇറങ്ങി, ഇതൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്ന വാർത്തകളാണ്. എന്തുകൊണ്ടാണ് ഈ പുലികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? എന്തുകൊണ്ടാണ് ഈ വനത്തിൽ ജീവിക്കുന്ന ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? കാരണം ഈ വനനശീകരണമാണ്. വനനശീകരണ കാരണം ഇവർക്ക് ജീവിക്കാൻ ഇടമില്ലാതായി, വനങ്ങളില്ലാതായി. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ എവിടേക്ക് ഇറങ്ങുന്നുണ്ട്, നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇൻക്രീസ്ഡ് സോയിൽ ഇറോഷൻ. വനങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ മണ്ണൊലിപ്പ് ഉണ്ടാവും. മണ്ണൊലിപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക? നമുക്കറിയാം, മഴ പെയ്യുന്ന സമയത്ത് വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയിലൂടെ ഒലിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നദികളിലേക്കും തോടുകളിലേക്കും പുഴകളിലേക്കും കടലുകളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സഞ്ചരിക്കുന്ന വെള്ളത്തോടൊപ്പം തന്നെ ധാരാളം മണ്ണും കല്ലുകളും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ വെള്ളം ഒലിച്ചു പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മണ്ണ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫലപുഷ്ടമായ മണ്ണ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒലിച്ചു പോകുന്നുണ്ട്. മരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ചെടികളെ, ഈ മണ്ണിനെ എന്ത് ചെയ്യാം, ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, തടഞ്ഞു നിർത്താൻ പറ്റും. പക്ഷേ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണ് എന്ത് ചെയ്യും, ഒലിച്ചു പോവുകയും അത് ഫലപുഷ്ടമായ മണ്ണ് ഭൂമിയിൽ ഇല്ലാതാവാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, അതിലൂടെ എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നുണ്ട്. അന്തരീക്ഷത്തിൽ ചൂട് കൂടുകയും അത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. നമ്മുടെ നോർത്ത് പോളിലെയും സൗത്ത് പോളിലെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മഞ്ഞുകൾ ഉരുകുന്നുണ്ട്. അങ്ങനെ ധാരാളം ഓസോൺ പാളിയിലേക്ക് വിള്ളൽ നിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ധാരാളം പഠിച്ചതാണല്ലേ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ത്, ലോവറിങ് വാട്ടർ ടേബിൾ. ധാരാളം നമ്മുടെ ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം വെള്ളമുണ്ട്. നമ്മുടെ ശുദ്ധജലത്തിൽ പകുതിയധികവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഏകദേശം 80% ശുദ്ധജലം എവിടെയുള്ളത്, ഭൂമിയുടെ ഉള്ളിലാണുള്ളത്. ഭൂഗർഭ ജലമാണ്. ഈ ഭൂഗർഭജലം ഭൂമിയിൽ ഉള്ളിലേക്ക് എങ്ങനെ വെള്ളം ആഴ്ന്നിറങ്ങുന്നത്? എങ്ങനെയാണ് ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുന്നത്? ചെടികളുടെ വേരുകളും കാരണമാണ്. ഇത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, മഴ പെയ്യുന്ന സമയത്ത് ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയിലേക്ക് വെള്ളം ആഴ്ന്നിറങ്ങുന്നുണ്ട്. മരങ്ങൾ വെട്ടി നശിപ്പിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം എന്ത് ചെയ്യും, ഒലിച്ച് നദികളിലേക്കോ കടലിലേക്കോ പോവും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. വംശനാശം നേരിടുന്ന ധാരാളം ജീവജാലങ്ങളും സസ്യജാലങ്ങളും എവിടെയുണ്ട്, വനങ്ങളിലുണ്ട്. നമ്മൾ കാടുകൾ വെട്ടി നശിപ്പിക്കുന്ന സമയത്ത് ഇത്തരം ജീവജാലങ്ങളും സസ്യജാലങ്ങളും നശിച്ചു പോകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ വനനശീകരണത്തിൻ്റെ അനന്തരഫലം എന്താണ്? സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. പലതരത്തിലുള്ള റിസോഴ്സസുകൾ നമുക്ക് വനങ്ങളിൽ നിന്ന് കിട്ടുന്ന ധാരാളം റിസോഴ്സസ് ഉണ്ട് അല്ലേ. പലതരത്തിലുള്ള വിഭവങ്ങളുണ്ട്. ഈ വിഭവങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എക്കണോമിക് ഡിറ്റോറിയേഷൻ. നമുക്കറിയാം, വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലേ. ആദിവാസികളൊക്കെ എന്ത് ചെയ്യുന്നു, വനത്തിലെ ചെടികളെയും ഫലപുഷ്ടമായ പലതരത്തിലുള്ള ചെടികളെയും വനങ്ങളെയും വിഭവങ്ങളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ധാരാളം ആളുകൾ ഇവിടുത്തെ വനങ്ങളിലുണ്ട്. ഇവരുടെ ജീവിതമാർഗത്തിന് എന്ത് ചെയ്യും, ഇത് ഒരു പ്രധാനപ്പെട്ട തടസ്സമായി മാറും. ഇതാണ് നമ്മൾ വനം നശിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട
പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ വനനശീകരണം എന്നതുകൊണ്ട് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കോട്ടങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, മാത്രമല്ല ഇപ്പം നമ്മൾ പറഞ്ഞത് പ്രകൃതിയിൽ ഉണ്ടാവുന്ന ദോഷങ്ങളാണ്. മനുഷ്യനും എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം പ്രശ്നങ്ങൾ വനനശീകരണത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നേരിടുന്നുണ്ട്. ഈ വനങ്ങൾ പ്രധാനമായും വനങ്ങളിലാണ് പ്രധാനമായും എന്ത് ചെയ്യുന്നുണ്ട്, മിനറൽസൊക്കെ ഏറ്റവും കൂടുതൽ, മിനറൽ റിസോഴ്സസൊക്കെ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ഈ വനപ്രദേശങ്ങളിലായിരിക്കും, റിവർ വാലി, നദീതീരങ്ങളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ മൈനിങ് ആക്ടിവിറ്റീസ്, ഡാമുകളൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത്തരം റിസോഴ്സസുകൾ എടുക്കുന്നതിന് വേണ്ടി മൈനിങ് ആക്ടിവിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ നദീതീരങ്ങളിൽ റിവർ വാലീസിലൊക്കെ ധാരാളം ഡാമുകൾ കെട്ടി നിർത്തുകയും ചെയ്യും. ഇങ്ങനെ ഈ പ്രദേശങ്ങൾ മൈനിങ്ങിന് വേണ്ടി, കാടുകൾ, വനങ്ങൾ മൈനിങ്ങിന് വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രകൃതിക്ക് ഏതായാലും ദോഷം ചെയ്യും. മാത്രമല്ല അവിടെയുള്ള ആളുകൾക്ക്, അവിടെ ജീവിക്കുന്ന ആളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ താമസം ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നു, ഇവരെ ജോലി, ഇവർ കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ആദിവാസികളായിരിക്കാം, ട്രൈബൽ ആളുകളായിരിക്കാം. ഇവർ കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഇവരുടെ ഈ ഉപജീവന മാർഗം ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. വലിയ വലിയ ഡാമുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രദേശത്ത് നിന്ന് വേറെ പ്രദേശത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നു. ഇത് ഇവരുടെ സംസ്കാരത്തെ എഫക്റ്റ് ചെയ്യുന്നു, ഇവരുടെ ജോലിയെ എഫക്റ്റ് ചെയ്യുന്നു, ഇവരുടെ വരുമാനത്തെ എഫക്റ്റ് ചെയ്യുന്നു, ഇവരുടെ ജീവിതത്തെ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വനനശീകരണം കാരണം പ്രകൃതിക്ക് മാത്രമല്ല കോട്ടമുള്ളത്, മനുഷ്യനും കോട്ടമുണ്ട്. മനുഷ്യനാണ് വനങ്ങളെ നശിപ്പിക്കുന്നത്. അത് മനുഷ്യനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് മനുഷ്യനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ വനനശീകരണത്തിനെതിരെ ശക്തമായിട്ട് എന്ത് ചെയ്യണം, പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം NGOs ഉണ്ട്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്. ധാരാളം സമരങ്ങൾ, വനനശീകരണവുമായി ബന്ധപ്പെട്ട് ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ ചിപ്കോ മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന ക്ലാസ്സുകളിലേക്കൊക്കെ പഠിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ കാടുകളിൽ ജീവിക്കുന്ന ആദിവാസി, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ട്രൈബിൽപ്പെട്ട ആളുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ നേരിടുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അമിതമായി ചൂഷണം ചെയ്ത ഒരു വിഭാഗമാണെന്ത്, ആദിവാസികളും താഴെത്തട്ടിലുള്ള ആളുകളും. അവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി, സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകളെ, ആദിവാസികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പലതരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതിനൊരു പരിഹാരം എന്നോണം ഗവൺമെൻറ് 2006 എന്ത് ചെയ്തു, പുതിയ ആക്ട് നിലവിൽ വന്നു. മുമ്പേ ഫോറസ്റ്റ് ആക്റ്റുകൾ ഉണ്ട് കേട്ടോ, ധാരാളം ഫോറസ്റ്റ് ആക്റ്റുകളുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ +2 പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ധാരാളം ഫോറസ്റ്റ് ആക്റ്റുകളും അതിൻ്റെ സവിശേഷതകളൊക്കെ നമ്മൾ ആ സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, പഠിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ആക്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇത് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ഓഫ് 2006 ആണ്. ഈ ഫോറസ്റ്റ് റൈറ്റ് ഓഫ് ആക്ട് 2006 പറയുന്നത് എന്താണ്, ഈ ആദിവാസികൾക്ക് എന്തുണ്ട്, വനങ്ങളിൽ എന്തുണ്ട്, ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ അവർക്ക് ചില അവകാശങ്ങളുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വനങ്ങളിലുള്ള വസ്തുക്കളെ, വിഭവങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. അതോടൊപ്പം എന്ത് ചെയ്യാം, പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്, ഈ വനപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ട്രൈബൽ പീപ്പിളിനുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഈ ആക്ട് ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിൽ എന്താണ്, ജനങ്ങളെ സംരക്ഷിക്കുകയും ആദിവാസികളെ, വനത്തിൽ ജീവിക്കുന്ന ആളുകളെ സംരക്ഷിക്കുകയും അതോടൊപ്പം പ്രകൃതിയെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെൻറ് എന്ത് ചെയ്തത്, ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത്. ഇത് സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം റൈറ്റുകൾ ആദിവാസികൾക്ക് കൊടുക്കുന്നതിലൂടെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയെയും സംരക്ഷിക്കുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ജീവിതവും ഫുഡ് സെക്യൂരിറ്റിയും ജീവിതമാർഗവും എന്ത് ചെയ്യുന്നുണ്ട്, ഇതോടുകൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയെ, വനങ്ങളെ നശിപ്പിക്കുക എന്നത് നമ്മുടെ ഒരു വ്യക്തിയുടെ മാത്രം പ്രത്യേകതയല്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്,
പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഗവൺമെൻറ്റും NGOസും നടപ്പിലാക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതിനുവേണ്ടി ഒരുപാട് പദ്ധതികൾ ഫോറസ്റ്റ് വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പതിയെ ഒരുപാട് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ നിലവിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻക്ലൂസീവായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഫോറസ്റ്റ് ഏരിയ വന ഏരിയ വർദ്ധിപ്പിക്കുക എന്നതാണ്. നിലവിലുള്ള വനമേഖല കൂടുതൽ എന്ത് ചെയ്യാണ്? ചെടികളും മരങ്ങളും വെച്ച് പിടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? കൂടുതൽ വനമേഖലയാക്കി മാറ്റുക. പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് വനമേഖലകളും വനം നശിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളും ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദ്യകളുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? വനനശീകരണം തടയുക. രണ്ടാമത്തെ, റെഡ്യൂസ് പ്രഷർ. മെയിനായിട്ട് നമ്മൾ പലതരത്തിലുള്ള വനവിഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ജീവിതത്തിൽ ദിവസേനയുള്ള ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പേപ്പറാണ്, ഫർണിച്ചർ, പലതരത്തിലുള്ള സാധനങ്ങൾ മരങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണല്ലോ അല്ലേ? ഇത്തരം സാധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുക? കൂടുതൽ ഉപയോഗിക്കുകയും മരങ്ങൾ വെട്ടി നശിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലൂടെ എന്ത് ചെയ്യാം? വനസംരക്ഷണം നമുക്ക് നടത്താൻ കഴിയും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നദികളും വനങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക, സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് കൊണ്ടുവരാം, മണ്ണൊലിപ്പ് തടയുക, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നോക്കുക, അതുപോലെ തന്നെ എർത്തിൻ്റെ ഹെൽത്ത് അനലൈസ് ചെയ്യുക. ഇങ്ങനെ സയൻറ്റിഫിക് ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട്, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയെ സംരക്ഷിക്കുക, വനങ്ങളെ സംരക്ഷിക്കുക. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രകൃതിയെയും വനത്തെയും സംരക്ഷിക്കാൻ പറ്റും. മറ്റൊരു വിഷയം നമുക്ക് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ജോയിൻ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്. ജോയിൻ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ലോക്കൽ കമ്മ്യൂണിറ്റീസും ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ഫോർമൽ എഗ്രിമെൻ്റ് ആണെന്ത്? ജോയിൻ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ജോയിൻ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ലോക്കൽ കമ്മ്യൂണിറ്റിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ്. ഈ എഗ്രിമെൻ്റിൻ്റെ ഭാഗമായിട്ട് ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് അവിടുത്തെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. ഫോറസ്റ്റിലെ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും? മരങ്ങൾ, ഫലവൃക്ഷങ്ങൾ, ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ പകരമായിട്ട് ഈ ലോക്കൽ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യണം? പ്രകൃതിയെ, വനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത് ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ലോക്കൽ കമ്മ്യൂണിറ്റിയെ ഫോറസ്റ്റ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രകൃതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈ ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റിയുടെ കൂടെ ഒരുപാട് ഡ്യൂട്ടീസും അവർക്കുണ്ട്. അവർക്ക് എന്ത് ചെയ്യാം? ഈ റെസ്പോൺസിബിലിറ്റി, പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തത്തോടു കൂടി അവർക്ക് എന്തുണ്ട്? അവകാശങ്ങളുണ്ട്. അവർക്ക് പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ എടുക്കാൻ പറ്റും. പ്രകൃതി സംരക്ഷിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതി ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുണ്ടോ, മനുഷ്യൻ ഭൂമിയിലുള്ള കാലം വരെ എന്തിനാവശ്യമാണ്? വനങ്ങൾ ആവശ്യമാണ്. വനങ്ങളില്ലെങ്കിൽ മനുഷ്യനില്ല. നമുക്കറിയാം, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ വനങ്ങളിൽ നിന്നാണ് വരുന്നത്. വനങ്ങളാണ് എന്ത് ചെയ്യുന്നത്? അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ, മറ്റ് മിനറൽസിൻ്റെ, മറ്റ് വെള്ളത്തിൻ്റെ, മറ്റ് തരത്തിലുള്ള മറ്റ് വിഭവങ്ങളൊക്കെ നിലനിർത്തുന്നത് എന്താണ്? ഫോറസ്റ്റാണ്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ബെനിഫിറ്റ് എന്നും നിലനിൽക്കണമെങ്കിൽ, വരും തലമുറയ്ക്ക് ഫോറസ്റ്റിൻ്റെ പ്രയോജനം കിട്ടണമെങ്കിൽ ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള മെഷേഴ്സൊക്കെ എന്ത് ചെയ്യണം? എടുക്കണം. അപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള റിസോഴ്സസിനെ കുറിച്ച് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മറൈൻ റിസോഴ്സസ്,
ലാൻഡ് റിസോഴ്സസ്, അങ്ങനെ ഓരോ പാഠങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് പോയി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് ഫോറസ്റ്റ് റിസോഴ്സസ് ആണ്. ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ വനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിഭവങ്ങളെയാണ് ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന് പറയുന്നത്. വനങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്? പലതരത്തിലുള്ള മരങ്ങൾ, തടികൾ, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള പലതരത്തിലുള്ള വിഭവങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ മിനറൽസ് കിട്ടുന്നുണ്ട്, പലതരത്തിലുള്ള ഓക്സിജൻ, ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? വനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി മരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യൻ വെട്ടി നശിപ്പിക്കുന്നുണ്ട്. ഈ വെട്ടി നശിപ്പിക്കുന്നതിന് തടയിട്ടുകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തു, അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു മരം മുറിച്ച് കഴിഞ്ഞാൽ ഒരു മരം നടുക, നഗരങ്ങളിലും റോഡ് സൈഡുകളിലും മരം നടുക, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത പദ്ധതികളാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന ടോപ്പിക്കിലാണ് ഇന്ന് നമ്മൾ ചർച്ച നടത്തിയത്. ഇത് വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. ഇത് കുറച്ച് നിങ്ങൾക്ക് നീട്ടിപ്പരത്തി പറയേണ്ട ആവശ്യമില്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് നീട്ടിപ്പരത്തി പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ക്ലാസ് അവിടെ അവസാനിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.